ഇനി നമ്മൾ മാവേലിക്കരയിലേക്ക് പോവുകയാണ്. അവിടെ മനീഷ് മഹിപാൽ ഉണ്ട്. മനീഷ് മഹിപാൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനത്തിലാണുള്ളത്. മനീഷ്, അരുൺകുമാർ എത്രമാത്രം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? മനീഷ്, കേൾക്കാമോ? CA അരുൺകുമാറിന്റെ പ്രചാരണ വാഹനത്തിലാണ് മനീഷ് മഹിപാൽ ഉള്ളത്. മാവേലിക്കരയിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ തുടർച്ചയായിട്ടുള്ള വിജയം അത് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുമ്പോഴും ഒരു അട്ടിമറി പ്രതീക്ഷയാണ് യുവരക്തത്തെ ഇറക്കിക്കൊണ്ട് ഇടതുപക്ഷം അവിടെ തേടുന്നത്. CA അരുൺകുമാറാണ് സ്ഥാനാർത്ഥി. ഇപ്പോൾ മനീഷ് മഹിപാൽ CA അരുൺകുമാറിന്റെ പ്രചാരണ വാഹനത്തിലുണ്ട്. അല്പസമയത്തിനകം മാവേലിക്കര മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ വിശദാംശങ്ങൾ മനീഷ് മഹിപാൽ നൽകും. CA അരുൺകുമാറും AC റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ CA അരുൺകുമാറിന്റെ വാഹന പ്രചരണ റോഡ് ഷോയാണ്. വലിയ വിഷയങ്ങൾ, അതായത് കുട്ടനാട്ടിലെ നെൽകർഷകരുടെ വിഷയമടക്കം വലിയ ചർച്ചയായിട്ടുള്ള കുട്ടനാട് മണ്ഡലമാണ്. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്കുള്ള 25 കിലോമീറ്റർ ദൂരമുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലാണ് ഇവിടെ റോഡ് ഷോ ഉള്ളത്. രാവിലെ ആദിക്കാട്ട് കുളങ്ങരയിൽ നിന്ന് തുടങ്ങിയ LDFന്റെ റോഡ് ഷോയാണ് ഇപ്പോൾ AC റോഡിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് അത് വൈകിട്ടെത്തുന്ന ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ്. വലിയ ആവേശം, തുടക്കം മുതൽ തന്നെ വലിയ ആവേശവും പ്രചരണത്തിൽ നാടിളക്കിയുള്ള പ്രചരണം തുടങ്ങിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ശ്രദ്ധേയമായ മണ്ഡലം കൂടിയായിരുന്നു മാവേലിക്കര. എന്താണെങ്കിലും സ്ഥാനാർത്ഥി CA അരുൺകുമാർ കൂടി നമുക്ക് അവസാന ലാപ്പിലേക്ക് എത്തി. എന്താണ് ആത്മവിശ്വാസം? നമ്മളെ വിജയിച്ചു. മാവേലിക്കരയിൽ ഇടതുപക്ഷത്തിന് ചരിത്രപരമായ വിജയമാണ് കൈവരിക്കാൻ വേണ്ടി പോകുന്നത്. ചരിത്രപരമായ വിജയം മാവേലിക്കരയിൽ നേടുവാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ആവേശകരമായ പരിസമാപ്തിയിലേക്കാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എത്തുന്നത്. ഇന്നലെ നമ്മൾ കൊല്ലം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ സന്ദർശിച്ചു, അവിടെ പര്യടനം നടത്തി. ഇന്ന് രാവിലെ മാവേലിക്കരയിൽ നിന്ന് തുടങ്ങി കുട്ടനാട് എത്തിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരി, വൈകുന്നേരം ചെങ്ങന്നൂർ സമാപനമാണ്. വളരെ ആവേശഭരിതമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഉജ്ജ്വലമായ റിസൾട്ടായിരിക്കും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നേടുവാൻ വേണ്ടി പോകുന്നത്. 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയുള്ള വിജയമായിരിക്കും ഇത്തവണ ഇടതുപക്ഷം മാവേലിക്കരയിൽ കൈവരിക്കാൻ പോകുന്നത്. ഒരു വിഷയം, ഈ നെൽകർഷകരുടെ പ്രയാസങ്ങൾ, കശുവണ്ടി തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ, റബ്ബർ മേഖലയിലെ പ്രതിസന്ധി, അതിനൊക്കെ തന്നെ രാഷ്ട്രീയമായി എങ്ങനെയായിരുന്നു പ്രചരണ സമയത്ത് മറുപടി നൽകിയത്? കാർഷിക മേഖലയും റബ്ബറും കശുവണ്ടി മേഖലയുമെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ ആ കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഓരോ മേഖല എടുത്താലും, കാർഷിക മേഖല, കൃഷി എടുത്താൽ കേന്ദ്രം കഴിഞ്ഞ കാലങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതി വിഹിതങ്ങൾ ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. അതെല്ലാം പുനഃസ്ഥാപിക്കണം, അത് നേടിയെടുക്കണം. അത് കേന്ദ്രത്തിനോ അതിനെതിരെ കേന്ദ്രത്തിനോട് സമരം ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. രണ്ടാമത് കശുവണ്ടി മേഖല. കശുവണ്ടി മേഖല സംസ്ഥാന സർക്കാർ വേണ്ടത്ര വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അവരുടെ ESIയും PFും അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രമാണ് ഇടപെടേണ്ടത്. ആ കാര്യങ്ങളിൽ അവരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ളത്. റബ്ബറിൻ്റെയും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ഈ 3 മേഖലകളെക്കുറിച്ചും കേന്ദ്രത്തിൻ്റെ വളരെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ, ശ്രദ്ധ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പാർലമെന്റ് മെമ്പർ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശരി. എന്താണെങ്കിലും ഇടതുപക്ഷം ഇക്കുറി ഒരു യുവരക്തത്തിലൂടെ പരീക്ഷണം നടത്തി ഒരു അട്ടിമറി വിജയമാണ് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏത് എതിരാളിയുടെയും തന്ത്രങ്ങളെ മറികടക്കുന്ന 3 തവണ ഇവിടെ നിന്നും വിജയം കൈവരിച്ച കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലുണ്ട്. അത്തരത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര. അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ അങ്ങ് കിഴക്ക് പത്തനാപുരം മുതൽ പടിഞ്ഞാറ് കുട്ടനാട് വരെ ആവേശ തിരമാലയാണ് ഈ മണ്ഡലത്തിൽ ഉടനീളം. മനീഷ് മഹിപാലാണ് മാവേലിക്കരയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.